ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ആണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നത് 12 മണിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാവിലത്തെ ഒരു വ്യൂ. സൂര്യപ്രകാശത്തിൽ ഓരോ ചെടികളെയും കാണാൻ അതിമനോഹരം തന്നെയാണ്. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിൽ ആ തണുപ്പിൽ ചെന്നിറങ്ങുമ്പോൾ ആദ്യം നമ്മളെ കണ്ണിൽ പെടുന്നത് ഈ ഒരു ചെടിയാണ്. ആ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടത്തിൽ ഈ ഒരു പൂവ് ഇപ്പം നല്ലൊരു സുന്ദരിയാണ്. അപ്പം എനിക്ക് എത്ര കണ്ടിട്ടും മതിയാണില്ല. അതുകൊണ്ടാണ് കുറേ സമയം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. സാൽവിയ അല്ലേ ഇതിൻ്റെ പേര്? നിങ്ങൾ തന്നെയാണ് ആ പേര് എനിക്ക് പഠിപ്പിച്ച് തന്നത്. എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരുകൾ അറിയില്ല കേട്ടോ. മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാനൊന്ന് സ്റ്റുഡിയോ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുണ്ട് എന്താ വീഡിയോ ഇല്ലാത്തത്. അതുപോലെ ഒത്തിരി കമൻസ് ഞാൻ കണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരുണ്ടല്ലോ എന്ന്. ഓരോ സബ് കൂടുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ ഞാൻ ഗിവ് അവേ പറഞ്ഞത് കൊണ്ടാണോ സബ് കയറി വരുന്നത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ 1.2K വ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ വ്യൂസൊക്കെ കൂടി വരുമ്പോൾ പിന്നെയും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ളൊരാഗ്രഹമാണ് കേട്ടോ. യൂട്യൂബ് തുടങ്ങിയത് ഒരുപാട് സമ്പാദിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലല്ല കേട്ടോ. എന്തിനാണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞേരേ. ഇതിൽ എനിക്ക് ഒരുപാട് മെമൻറ്റോസ് കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരു പ്ലേ ബട്ടണും കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. ഞാൻ എൻ്റെ മെമൻറ്റോസ് ഡയറക്റ്റായിട്ട് എടുക്കാതെ സൈഡിൽ നിന്ന് എടുത്തത് എന്താ വെച്ചാൽ ഓരോ മെമൻറ്റോമിലും നമ്മളെ പ്രൂഫുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഞാൻ എന്നെ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ ചാനൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നോക്കട്ടെ. അതിനനുസരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാവേ. ഇതിങ്ങനെ കണ്ടാൽ കുറേ പക്ഷികൾ ഒരു മരച്ചിലയിൽ കൂട്ടം ചേർന്നിരിക്കുന്ന ഒരു ഫീലുണ്ട്. ഇത് വൈറ്റ് പോപ്പിയിൽ പീച്ച് ഡോട്ട്സ് വരുന്ന പോപ്പിയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ജലദോഷം പിടിച്ച് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സൗണ്ട് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരാഴ്ച പിടിക്കും. പിന്നെ ഈ ഒരു ജമന്തി എനിക്ക് ഭയങ്കര സങ്കടമാണ് തന്നത്. കാരണം പുഴുക്കൾ ഫുള്ളായിട്ട് തിന്നു. ഞാൻ എന്നാൽ നോക്കുമ്പോൾ പുഴുക്കളായിട്ട് ആദ്യം ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴാണ് ഇവർ വന്ന് തിന്നുന്നുള്ളത് നോ ഐഡിയ. ഇതിപ്പോൾ പുതിയതായിട്ട് വിരിയുന്ന ഒരു പോപ്പിയാണ് കേട്ടോ. അത് നന്നായിട്ട് വിരിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കാവേ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതും കുലകുത്തി പൂടുന്ന ഒരു പോപ്പി തന്നെയാണ്. ഇതൊക്കെ ഇനി ചട്ടിയിലേക്ക് ഇറക്കി വെക്കാനുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മാസം മാറിയുണ്ടല്ലോ അതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ പിന്നാലെ പൂച്ചണ്ട്. ഇപ്പം തട്ടും പൂച്ച. രാവിലെ മുറ്റത്ത് ഇറങ്ങിയാൽ അതെൻ്റെ ഇങ്ങനെ ചാരി നടക്കും. അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് വേറൊരു മാസം മാറിയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ലീഫ് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഇങ്ങനെ ഒരു ഞെറിവ് പോലെ ഉണ്ട്. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നടുക്ക് ഒരു യെല്ലോ ലൈൻ വരുന്നത്. ഇതും ഒരു മാസം മാറിയാണ്. മുൻകാലങ്ങളിലൊക്കെ ഇവരെവിടെ ആയിരുന്നാവോ. ടോട്ടലി പറഞ്ഞാൽ എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അതേപോലെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ചാനലിൽ ഇട്ടതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ചെടിൻ്റെ വീഡിയോ ചെയ്യുന്നോ നിങ്ങളൊക്കെ എനിക്ക് കൂട്ടുകാരായി വരുന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇപ്പോൾ എപ്പോഴും കമൻസ് ഇടുന്ന ആളുകൾ എനിക്ക് നല്ല പരിചയമായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് സ്ഥലം എന്നുള്ളത്. നിങ്ങൾ കാണേണ്ടോ അതോ നിങ്ങൾ റീപ്ലൈ തന്നിട്ട് ഞാൻ കാണാത്തത് കൊണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴും കമൻസ് ചെയ്യുന്നവരെ എവിടെ പ്ലേസ് എന്നൊക്കെ പറയണേ. എന്താ ചെയ്യുന്നത് എൻ്റെ ജോബ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയൂട്ടോ. ഈ മാസം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് പറ്റിയൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല ഹാപ്പിയാണ്. അത് അവരെ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ മാസന്മാരൊക്കെ നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കണേ. ഡബിൾ പെറ്റൽസിൽ ഒത്തിരി മുട്ടുകളുണ്ട് കേട്ടോ. ആ ലീഫിൻ്റെ താഴേക്കൊക്കെ നല്ല മുട്ടുകളുണ്ട്. ജലദോഷം പിടിച്ചിട്ട് ശരിക്കും സംസാരിക്കാനേ പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എനിക്ക് 300 സബ് അടിക്കാനായിട്ടോ. 79 279 സബ്ബായി. 300 സബിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. പ്ലേ ബട്ടൺ കിട്ടാൻ ഇനി എത്ര സബാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് യൂട്യൂബിനെ പറ്റി അങ്ങനെ ശരിക്കും ഒന്നും അറിയൊന്നുമില്ല. ഈ ഒരു ബാൾസം ഒത്തിരി ഫ്ലവേഴ്സ് തന്നിട്ടോ. പിന്നെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിൻ്റെ കമ്പ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. കാശിത്തുമ്പയിൽ തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ ഒത്തിരി വിത്തുകളും ആയിട്ടുണ്ട്. ജലദോഷം പിടിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ആരും ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറന്നേ പോകരുത്. പിന്നെ ലൈക്ക്